ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രിയേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരള സ്പൈസി മിക്സ്ചർ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമായി സേവ് ഉണ്ടാക്കാം. സേവ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് 2 കപ്പ് കടലമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചനാദാലിൻ്റെ പൊടിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര ഇതെല്ലാം ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇവനായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇത് കൈകൊണ്ട് മിക്സ് ചെയ്താലും മതിയാവും. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച അരിപ്പൊടി 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സേവിന് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർക്കാതെയും നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്ത് സോഫ്റ്റായിട്ട് മാവ് നമുക്ക് കുഴച്ചെടുക്കണം. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാവുന്നതാണ്. നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായി ഇതിനെ കുഴച്ചെടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് എണ്ണയാണോ വറുക്കാൻ യൂസ് ചെയ്യുന്നത് ആ എണ്ണ തന്നെ 1 ടീസ്പൂൺ നമ്മൾക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് നന്നായി കുഴച്ച് ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. സേവ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ചെറിയ ഹോളുള്ള ചില്ലി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മാവ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം. ബാക്കിയുള്ള മാവ് അടച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം തീയിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ചൂട് കൂടാൻ പാടില്ല, കാരണം നമ്മൾ സേവ് ഉണ്ടാക്കുമ്പോൾ സേവ് ഇടുന്ന വശം തന്നെ കരിഞ്ഞു പോകും. ഓയിലിന് ഒത്തിരി ചൂടുണ്ടെങ്കിൽ ഓയിലിലേക്ക് നമുക്ക് പതുക്കെ ഇത് ചുറ്റിയിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മാവ് ഒരുപാട് ടൈറ്റ് ആയാലും നമുക്കത് പ്രസ് ചെയ്തെടുക്കാനായിട്ട് വളരെ പാടായിരിക്കും.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബൂന്തി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി സേവ് ഉണ്ടാക്കാനെടുത്ത മാവിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം ഇതുണ്ടാവും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ വെള്ളം ഒഴിച്ച് എടുക്കുക. മീഡിയം ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ആദ്യത്തെ ബാച്ച് ബൂന്തി ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള ഒരു തവി എടുത്ത് അതിലേക്ക് കുറച്ചായി റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് 4 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. അഞ്ച് ടേബിൾ സ്പൂൺ പീനട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. വറുത്ത പീനട്ട്സ് വേണമെങ്കിൽ നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. കാൽ കപ്പ് കാഷ്യൂ നട്ട്സ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മൂന്ന് വെളുത്തുള്ളി അല്ലി കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൽ ഫ്രൈ ചെയ്തതും കൂടി ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി നമുക്ക് ഇതിൽ നിന്ന് നമുക്കിനി എടുത്ത് മാറ്റാം. ചൂടാറിയ ശേഷം ഇത് നമുക്ക് ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് വയ്ക്കാം. ഗ്ലാസ് ജാർ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ പ്ലാസ്റ്റിക് ജാറിലേക്ക് ഇട്ട് വെച്ചാൽ മതി. കാരണം പ്ലാസ്റ്റിക് ജാറിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ഇത് കനച്ചു പോകും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.